നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? ഹലോ? ഓക്കെ, തേർഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് തന്നെ തേർഡ് മൊഡ്യൂളിൽ ഫസ്റ്റ് തന്നെ നമ്മൾ DASനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ? ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് പേരിൽ തന്നെ ഉണ്ട്. വി ഹാവ് ഡയറക്റ്റ് ലിങ്ക് ടു സ്റ്റോറേജ് അല്ലേ? നമ്മൾ സ്റ്റോറേജ് അറേസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഡയറക്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജിൽ തന്നെ നമുക്ക് വി ഹാവ് ടു ടൈപ്സ്, ഇന്റേണൽ DAS ആൻഡ് എക്സ്റ്റേണൽ DAS അല്ലേ? അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് ഇന്റേണൽ DAS, internally connected to the host by a serial or parallel bus. Storage devices is internally connected to the host. Okay, so അതിന്റെ limitations നമ്മൾ കുറെ പറഞ്ഞിരുന്നു. Distance limitation, limited number of devices. Okay, can support only a limited number of devices, then occupy large amount of space. ഈ limitations ഒക്കെ external DAS overcome ചെയ്യും അല്ലേ? പിന്നെ അതിന്റെ ഇംപ്ലിമെന്റേഷൻസ്, അതിന്റെ ആർക്കിടെക്ചർ കാണിച്ചിരുന്നു. പിന്നെ DASന്റെ ജനറൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സും അതിന്റെ ലിമിറ്റേഷൻസും നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ SCSI ചെറുതായിട്ടൊന്ന് പറഞ്ഞു. അതിനുശേഷം SAN, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കിൽ DASൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയറിംഗ് ഒന്നുമില്ല, പക്ഷെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് ക്യാൻ ബി ഷെയർഡ് അക്രോസ് മൾട്ടിപ്പിൾ സെർവേഴ്സ് അല്ലേ? ഓക്കെ, ദെൻ ഇവിടെ ഇംപ്ലിമെന്റേഷൻ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ള എവല്യൂഷൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഹബ്ബാണ് യൂസ് ചെയ്തിരുന്നത്, പിന്നെ അത് സ്വിച്ച് ആയിട്ട് റിപ്ലേസ് ചെയ്തു എന്നുള്ളത് പറഞ്ഞിരുന്നു. ഹബ്ബ് വെച്ചിട്ടുള്ള ആ ഒരു ടോപ്പോളജി, ആ ഒരു കണക്ടിവിറ്റിക്ക് പറയുന്നത് ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ്, ആൻഡ് സ്വിച്ച് വെച്ചിട്ടുള്ളത് ഫൈബർ ചാനൽ സ്വിച്ച് ഫാബ്രിക് ഓർ ഫാബ്രിക് കണക്ട്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, കമ്പോണൻസ്, മെയിൻ 3 കമ്പോണൻസ് ആണ് സെർവർ, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജ്. അത് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 5 എണ്ണമായിട്ട്. എന്തൊക്കെയാണ്? നോഡ് പോർട്സ്, കേബിളിംഗ്, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജ് അറേ, മീൻസ് ദെൻ SAN മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അത് ഓരോന്നും നമ്മൾ വിശദമായി തന്നെ കണ്ടിട്ടുണ്ട്. ഇല്ലേ? ഉണ്ടോ? ഹലോ? പിന്നെ അതിനുശേഷം നമ്മൾ കണക്ടിവിറ്റി, FC കണക്ടിവിറ്റി, ഫൈബർ ചാനൽ കണക്ടിവിറ്റി എന്തൊക്കെയായിരുന്നു? പോയിന്റ് ടു പോയിന്റ്. പിന്നെ നമ്മൾ ഹബ്ബ് യൂസ് ചെയ്യുന്ന ഫൈബർ ചാനൽ ആർബിട്രേറ്റഡ് ലൂപ്പ്, ദെൻ ഫൈബർ ചാനൽ സ്വിച്ച് ഫാബ്രിക് അല്ലെങ്കിൽ ഫാബ്രിക് കണക്ട്. ഓക്കെ, അപ്പം ഇതിൽ ഈ FCILന്റെയും FCSWന്റെയും ട്രാൻസ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. FC കണക്ടിവിറ്റി ചോദിക്കാം കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, മാറിപ്പോവരുത്. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഫാബ്രിക് കണക്റ്റില് ടയേഴ്സ് വന്നപ്പോൾ നമ്മൾ അത് ടോപ്പോളജിയിൽ കാണും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. A fabric topology can be described by the number of tiers it contains. Okay, അപ്പൊ അത് നമ്മൾ ടോപ്പോളജിയിൽ കാണും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ടോപ്പോളജി ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഈ FC കണക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ സോണിങ് കണ്ടായിരുന്നു. സോണിങ് എന്തായിരുന്നു? സോണിങ് ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ.
ഹലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പ്രോട്ടോകോൾ സ്റ്റാക്ക് മുതൽ FC ഫ്രെയിം വരെ FC ആർക്കിടെക്ചറിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിൽ FC ഫ്രെയിം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 പാർട്സ് ആണുള്ളത്. SOF, header, payload, data, then CRC, EOF. ഓക്കെ, അതിൽ ഹെഡറിനെ വീണ്ടും പാർട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാം അറിഞ്ഞിരിക്കുക, തെറ്റാതെ വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സോണിംഗ് ആണ് പിന്നീട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നു? സാനിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് സോൺ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ അതിൽ കുറച്ച് പറഞ്ഞിരുന്നു. ടൈപ്സ് ഓഫ് സോണിങ്ങിൽ പോഡ് സോണിങ്, WWN സോണിങ് ആൻഡ് മിക്സഡ് സോണിങ്. ഓക്കെ, അറിഞ്ഞിരിക്കുക. ദെൻ ഇന്നത്തെ ടോപ്പിക് FC ടോപ്പോളജി. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, FC ടോപ്പോളജിയിൽ 2 ടോപ്പോളജിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കോർ, എഡ്ജ്, ടയർ, ദെൻ മെഷ് ടോപ്പോളജി. ഓക്കെ, കോർ, എഡ്ജ്, ഫാബ്രിക് ടോപ്പോളജി, ദെൻ മെഷ് ടോപ്പോളജി. ഓക്കെ, അപ്പം കോർ, എഡ്ജ്, ഫാബ്രിക് ടോപ്പോളജി പറയുന്ന സമയത്ത് ഇവിടെ 2 ടൈപ്സ് ഓഫ് സ്വിച്ച് ടയേഴ്സ് ആണുള്ളത്. കോർ ടയർ ആൻഡ് എഡ്ജ് ടയർ. നേരത്തെ നമ്മൾ FCSWയിൽ ടയേഴ്സ് വന്നപ്പോൾ അത് ടോപ്പോളജിയിൽ കാണുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കോർ ടയറും ഉണ്ട്, അതുപോലെ തന്നെ എഡ്ജ് ടയറും ഉണ്ട്. ഓക്കെ, അപ്പം എഡ്ജ് ടയറിൽ പറഞ്ഞിട്ടുള്ളത് ഇതിൽ രണ്ടിലും സ്വിച്ചസ് അല്ല. എഡ്ജ് ടയറിലെ സ്വിച്ചസും കോർ ടയറിലെ ഡയറക്ടേഴ്സും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ എഡ്ജ് ടയർ യൂഷ്വലി comprises switches and offers an inexpensive approach to adding more hosts in a fabric. The tire at the edge fans out from the tire at the core. The nodes on the edge can communicate with each other. Okay, so ഇത് ജസ്റ്റ് ഡയഗ്രാം കാണിച്ചിട്ട് പറയുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പം ഇവിടെ കണ്ടിരിക്കുന്നത് സെർവർ is connected to our edge tire. ഓക്കെ, കോർ ടയറിൽ എന്താണ് സ്റ്റോറേജ് അറയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എഡ്ജ് ടയറിലെ സ്വിച്ചസും കോർ ടയറിലെ ഡയറക്ടേഴ്സ് ആണ് ഉള്ളത് അല്ലേ? അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡ്ജിലേക്കാണ് എഡ്ജ് ടയർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ഡയറക്ടർ. ദെൻ ഇറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റോറേജ് അറയിലേക്ക്. ഓക്കെ, ഇവിടെ കോർ ടയർ ഇറ്റ് ഈസ് യൂഷ്വലി comprises enterprise directors that ensure high fabric availability. സോ ഒരു നമുക്ക് ഉണ്ട് 2 ടയർ കോൺഫിഗറേഷൻ, 3 ടയർ കോൺഫിഗറേഷൻ, അങ്ങനെ ഓരോ ടയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ പല നെയിംസ് വരും. ഓക്കെ, അപ്പം ഒരു 2 ടയർ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന സമയത്ത് all storage devices are connected to the core tire. Okay, host to storage traffic. അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വിച്ച് ടു സ്വിച്ച് എന്ന് പറയുന്നത് ISL എന്ന് പറയും, ഇന്റർ സ്വിച്ച് ലിങ്ക്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ISL, ഇന്റർ സ്വിച്ച് ലിങ്ക്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. എവിടെയും കേട്ടിട്ടില്ല? ഈ മൊഡ്യൂളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോർട്സ് പറഞ്ഞ സമയത്ത് FC പോർട്സ് എന്തൊക്കെയായിരുന്നു? FC പോർട്സ് N പോർട്ട്, F പോർട്ട്, NL പോർട്ട്, ഓർമ്മയുണ്ടോ? ഈ പോർട്ട്. ഹലോ, നിങ്ങളെന്താ റിപ്ലൈ ചെയ്യാത്ത?
ഓർമ്മയില്ലേ? നിങ്ങളാരും കേൾക്കുന്നില്ലേ? ഹലോ? അമൃത, എന്താ ആരും ഇല്ലേ? സൗരഭ്, ഹരിത, ഓക്കെ, എല്ലാരും ഉണ്ടല്ലോ. ഓക്കെ. നമ്മള് FC പോർട്സ് ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെ പോർട്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്ന FC പോർട്സിൽ? ഓക്കെ, എന്തൊക്കെയായിരുന്നു? ആൻഡ് പോർട്ട്, ഹോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജിൽ ഉണ്ടാവുന്ന പോർട്സ് ആണ് NL പോർട്സ്. നോഡ് പോർട്ട് തന്നെയാണ് എന്തിനാണ് നമ്മുടെ ഹബ്ബ് യൂസ് ചെയ്യുന്ന ആ ഒരു കണക്ടിവിറ്റിയിലായിരിക്കും. ഹബ്ബ് യൂസ് ചെയ്യുന്നിട്ടുള്ള SCALനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് NL പോർട്ട് എന്ന് പറയുന്നത്. ദെൻ ഈ പോർട്ട്, എക്സ്പാൻഷൻ പോർട്ട്, അവിടെയാണ് നമ്മൾ സ്വിച്ചസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചിൽ നിന്ന് ഈ പോർട്ട് വേറൊരു സ്വിച്ചിന്റെ ഈ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യും. ആ ഒരു ലിങ്കിനെയാണ് നമ്മൾ ഇന്റർ സ്വിച്ച് ലിങ്ക് എന്ന് പറയുന്നത്. ഇപ്പൊ ഓർമ്മ വന്നോ? കേട്ടിട്ടുണ്ടോ അത്? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടയർ കോൺഫിഗറേഷൻ ഉണ്ട്, 3 ടയർ കോൺഫിഗറേഷൻ ഉണ്ട്. ആൻഡ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ട്രാവേഴ്സ് ചെയ്യുന്നത്. ഒരു ISL ആണോ 2 ISL ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ്. ഓക്കെ. ഇപ്പം ഒരു ISL ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം 1 ISL ഉള്ളൂ അല്ലെ. സെർവറിന്ന് സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ പോയി, ദെൻ സ്വിച്ചിന്ന് ഡയറക്ടറിലേക്ക്, അതൊരു ഇന്റർ സ്വിച്ച് ലിങ്ക് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 1 ISL ഉള്ളൂ, ദെൻ ഡയറക്ടറിന്ന് സ്റ്റോറേജ് അറയിലേക്കാണ് അല്ലെ. അപ്പൊ 1 ISL ആണെങ്കിൽ ഇറ്റ് ഈസ് 2 ടയർ കോൺഫിഗറേഷൻ. ഓക്കെ. 2 ISL ആണെങ്കിലോ 3 ടയർ കോൺഫിഗറേഷൻ. മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്തേ. അവിടെ മനസ്സിലായ? ഒരു ISL ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 2 ടയർ കോൺഫിഗറേഷൻ എന്നാണ് അതിന് പറയുക. ഓക്കെ. 2 ISL ആണെങ്കിൽ 3 ടയർ കോൺഫിഗറേഷൻ. ISL എന്താ? ഇന്റർ സ്വിച്ച് ലിങ്ക്. കേൾക്കുന്നുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഹലോ? ഓക്കെ. ഓക്കെ. സോ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് നമ്മുടെ ഈ സെർവർ എഡ്ജ് ടയറിലേക്ക് കൊടുത്തു, അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് ഇപ്പോൾ അതൊരു മിഷൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ വി ക്യാൻ കണക്ട് ദിസ് ഹോസ്റ്റ് ഡയറക്ട്ലി ടു ദ ഡയറക്ടർ കോർ ടയർ. ഓക്കെ. ഹലോ? ഓക്കെ. സോ ഈ ഒരു കോർ എഡ്ജ് ഫാബ്രിക് ടോപ്പോളജി പറയുന്നത് ഇറ്റ് ഇൻക്രീസസ് കണക്ടിവിറ്റി വിത്തിൻ ദ സാൻ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എക്സ്പാൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇൻഎക്സ്പെൻസീവ് വേയിൽ തന്നെ നമുക്ക് അഡീഷണൽ എഡ്ജ് സ്വിച്ചോ അല്ലെങ്കിൽ കോറിലെ ഡയറക്ടേഴ്സോ ഈസി ആയിട്ട് ഇൻഎക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് സിംഗിൾ കോർ ടോപ്പോളജി ഉണ്ട്, അതുപോലെ തന്നെ ഡ്വൽ കോർ ടോപ്പോളജിയും ഉണ്ട്. ഓക്കെ. സിംഗിൾ കോർ ടോപ്പോളജി പറയുന്ന സമയത്ത് all hosts are connected to the edge tier. Here this diagram is an example of single core topology. All hosts are connected to the edge tier and all storage is connected to the core tier. അതിനെയാണ് സിംഗിൾ കോർ ടോപ്പോളജി എന്ന് പറയുക. ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താണ് സിംഗിൾ കോർ ടോപ്പോളജി?
എങ്ങനെയാണ് സിംഗിൾ കോർ ടോപ്പോളജി എന്ന് പറയുന്നത്? എങ്ങനെയാണ്? എല്ലാ ഹോസ്റ്റിനെയും എഡ്ജ് ടയറിലേക്ക് കണക്ട് ചെയ്യും, അതുപോലെ തന്നെ എല്ലാ സ്റ്റോറേജിനെയും ഇങ്ങോട്ട് കണക്ട് ചെയ്യും, കോർ ടയറിലേക്ക് കണക്ട് ചെയ്യും. ഇതിനെയാണ് സിംഗിൾ കോർ ടോപ്പോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡ്വൽ കോർ ടോപ്പോളജി എന്ന് പറയുന്നത് ടെക്സ്റ്റ് എടുക്കാം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ആണ്. ഡ്വൽ കോർ ടോപ്പോളജി എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയാണ്. ഹിയർ ഒരു ഡയറക്ടർ ആഡ് ചെയ്ത് കാണും. മീൻസ് കോർ ടയർ ഇറ്റ് ഇൻക്ലൂഡ് മോർ കോർ സ്വിച്ചസ്. ഓക്കെ, ഹലോ, ജാസിൽ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പം ഡ്വൽ കോർ ടോപ്പോളജിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ഉണ്ടാവും, കോർ സ്വിച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കണക്ഷൻസും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ കോർ സ്വിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ ന്യൂ കോർ സ്വിച്ചും ബാക്കിയുള്ള എഡ്ജ് ടയറിലുള്ള സ്വിച്ചസും തമ്മിൽ കണക്ഷൻസ് വേണ്ടി വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ? ഓക്കെ അല്ലേ? ഹലോ, എടാ ഓക്കെ ആണോ? കോർ ടയർ ടോപ്പോളജി ഒന്നുമില്ല, നമുക്കിവിടെ രണ്ട് ടയേഴ്സ് എന്തായാലും ഉണ്ട്, കോർ ടയറും എഡ്ജ് ടയറും. കോർ ടയറിൽ നമ്മൾ ഡയറക്ടേഴ്സ് ആയിരിക്കും, എഡ്ജ് ടയറിൽ സ്വിച്ചസ് ആയിരിക്കും. ഓക്കെ, അപ്പം 2 ടയർ കോൺഫിഗറേഷൻ, 3 ടയർ കോൺഫിഗറേഷൻ ഒക്കെ ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ISLs അല്ലെ. 2 ISLs ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 3 ടയർ കോൺഫിഗറേഷൻ. ഒരു ISL ഉള്ളൂ, ഒരു ഇന്റർ സ്വിച്ച് ലിങ്ക് ഉള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് 2 ടയർ കോൺഫിഗറേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞത് സിംഗിൾ കോർ, അതുപോലെ തന്നെ ഡ്വൽ കോർ അല്ലെ. സിംഗിൾ കോർ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാ? സിംഗിൾ കോർ ടോപ്പോളജി എന്ന് പറയുന്ന സമയത്ത് ഓൾ ഹോസ്റ്റ് ഈസ് കണക്റ്റഡ് ടു ദി എഡ്ജ് ടയർ ആൻഡ് ഓൾ സ്റ്റോറേജ് അറേസ് ആർ കണക്റ്റഡ്, ഓൾ സ്റ്റോറേജ് റിസോഴ്സസ് ആർ കണക്റ്റഡ് ടു കോർ ടയർ. ഓക്കെ, ഡ്വൽ കോർ എന്ന് പറയുന്ന സമയത്ത് കോർ ടയറിൽ വി ഹാവ് മോർ ദാൻ 1 ഡയറക്ടർ. ഓക്കെ, ദെൻ മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മെഷ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈച്ച് സ്വിച്ച് ഈസ് കണക്റ്റഡ് ഡയറക്ട്ലി ടു അതർ സ്വിച്ചസ് ബൈ യൂസിങ് ISL. ISLs എന്തായിരുന്നു? ISL? ഇന്റർ സ്വിച്ച് ലിങ്ക്. ഓക്കെ, ഓക്കെ. This topology promotes enhanced connectivity with the SAN. When the number of ports on a network increases, the number of nodes can be participate and communicate also increases. അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്പ് മെഷ് ടോപ്പോളജി ആണുള്ളത്, ഫുൾ മെഷ് ഓർ പാർഷ്യൽ മെഷ്. ഓക്കെ, ഫുൾ മെഷ് എന്ന് പറയുന്ന സമയത്ത് എവറി സ്വിച്ച് ഈസ് കണക്റ്റഡ് ടു എവറി അതർ സ്വിച്ച് ഇൻ ദ ടോപ്പോളജി. ഓക്കെ, ആൻഡ് പാർഷ്യൽ മെഷ് ടോപ്പോളജി എന്ന് പറയുന്ന സമയത്ത് റിക്വയർഡ് ആയിട്ട് നമ്മുടെ ട്രാഫിക്കിന് റിക്വയർഡ് ആയിട്ടുള്ള വേണ്ട മാത്രം. several hops or ISL may be required for the traffic to reach its destination. Host and storage can be located anywhere in the fabric, and storage can be localized to a director or a switch in both mesh topology. Okay, അപ്പം ഇത് നമ്മുടെ പാർഷ്യൽ മെഷ്, ഇത് ഫുൾ മെഷ്. ഓക്കെ, അപ്പോൾ പാർഷ്യൽ മെഷിൽ എല്ലാ സ്വിച്ചസും, ഒരു സ്വിച്ച് ബാക്കി എല്ലാ സ്വിച്ചസും ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല, ബട്ട് നമ്മുടെ ട്രാഫിക്കിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് ഇവിടെ ഉണ്ട് താനും. ഫുൾ മെഷ് എന്ന് പറയുന്ന സമയത്ത് ഒരു സ്വിച്ച് ബാക്കിയുള്ള ട്രാഫിക്കിലുള്ള ബാക്കിയുള്ള എല്ലാ സ്വിച്ചസ് ആയിട്ട് എല്ലാ പോസിബിൾ കണക്ഷൻസും ഉണ്ട്. ഓക്കെ, ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കോർ ടയർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അറ്റൻഡൻസ് ഒന്നും എടുക്കട്ടെ. അഭിലാഷ്, അഭിലാഷ്, അഭിനവ്, അഭിനവ്, ഓക്കെ. അൻസബ്, അൻസബ്, അൻസബ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അൻസബ്, അൻസബ് ആബ്സെന്റ്. അനുശ്രീ, അർജുൻ, ആബ്സെന്റ് ഉണ്ട്. അശ്വിൻ, അശ്വിൻ, ഓക്കെ. അതുൽ ദിനേശ്, ഓക്കെ. അതുൽ സത്യപാൽ, ഫബിന, ഫബിന, അശ്വിൻ പി കണ്ടു, പ്രസന്റ് കണ്ടു. ഫബിന, ഫബിന, ഫബിന ആബ്സെന്റ്. ഫജ, ഫജ, അറ്റൻഡൻസ് ഫജർ ഇട്ടിട്ടുണ്ട്. എവിടെ പോയി? ഫജർ ആബ്സെന്റ്. ജാസിം, ഹലോ ഓക്കെ. മിസ്. ഫജർ, ജാസിം, കണ്ടു കണ്ടു. ജാസിം, കണ്ടു കണ്ടു കണ്ടു. മിഥിലാജ്, ഓക്കെ. മൃദുല, ഓക്കെ. ജാസിൽ, ജാസിൽ, റമീസ്, 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 ഓക്കെ. ശരത്, ശരത്, ഓക്കെ. ഓക്കെ. ഷപ്ന, ഓക്കെ. സൗരഭ്, ഓക്കെ. ശ്രീരാജ്, സുബിൻ, വിഷ്ണു, വിഷ്ണു, ഓക്കെ. അമൃത, അശ്വതി, വിദിന, ഹരിത, ഓക്കെ. അമൽ, ഓക്കെ. ഫബിന ആബ്സെന്റ്, ഓക്കെ. സോ തേർഡ് മൊഡ്യൂൾ ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേഗം റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഹലോ, എന്തെങ്കിലും പോർഷൻ മനസ്സിലാവായക വല്ലതും ഉണ്ടോ? ഓക്കെ ആണ്. 1 and 3. അപ്പൊ 2ഓ? 2ൽ എന്തെങ്കിലും? 1 to 3, ഓക്കെ. ഓക്കെ. അപ്പൊ 1 and 2ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അറിയാമല്ലോ. ഇനിയും പറയണോ? നോട്ട്സ് ലിൻവേസിലുണ്ട്. അതുൽ സത്യപാൽ, ലിൻവേസിൽ PPTസും നോട്ട്സും ഉണ്ട്. ഓക്കെ. മൊഡ്യൂൾ 1ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ എക്സാമ്പിൾ എഴുതാറിഞ്ഞിരിക്കുക. And then evolution of storage architecture, data center infrastructure, intelligent storage system. Sorry, information life cycle. Intelligent storage system second module ആണ്. Then virtualization അറിഞ്ഞിരിക്കുക, connectivity physical and logical അറിഞ്ഞിരിക്കുക, ചോദിക്കാം. ഓക്കെ. വെർച്വലൈസേഷൻ, ഒരുപാട് വെർച്വലൈസേഷൻ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ISSഉം
ഇന്റലിജന്റ് സ്റ്റോറേജ് സിസ്റ്റവും റെയ്ഡും ആണ്. റെയ്ഡിൽ ഏത് വേണേലും ചോദിക്കാം. ഓക്കെ, ഏതൊക്കെ ഇംപ്ലിമെന്റേഷൻസ് ചോദിക്കാം, ലെവൽസ് ചോദിക്കാം, ടെക്നിക്സ് ചോദിക്കാം, RAID array കമ്പോണൻസ് ചോദിക്കാം. ഓക്കെ, അതല്ല ഡിസ്ക് ഡ്രൈവ് കമ്പോണൻസും ചോദിച്ചെന്നിരിക്കാം. സ്റ്റോറേജ് മീഡിയയിൽ ഫ്ലാഷ് ഡ്രൈവ്സും കൺവെൻഷണൽസും തമ്മിലുള്ള കൺവെൻഷണൽ സ്റ്റോറേജും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാം. ഓക്കെ, അപ്പം മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 സിമ്പിൾ ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ് ആണ്. നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുക. ഓക്കെ, പിന്നെ അസൈൻമെന്റ്സ് വെക്കാത്തവരുണ്ട് കേട്ടോ. മൊഡ്യൂൾ 1 മുതൽ അസൈൻമെന്റ്സ് വെക്കാത്തവരുണ്ട്. അപ്പോൾ അവര് വെക്കുക കേട്ടോ, അധികം ലേറ്റ് ആക്കാതെ വെക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, എന്താ റിപ്ലൈ ഇല്ലാത്ത? വെക്കാത്തവർ എത്രയും വേഗം വെക്കുക കേട്ടോ. ഓക്കെ.